നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു ഫോട്ടോ വൈറലായതോടെ ജീവിതം തന്നെ മാറിമറിഞ്ഞ പെൺകുട്ടിയാണ് മൊണാലിസ ഭോസ്ലെ. മഹാകുംഭമേളയിൽ മാല വിൽപ്പനയ്ക്കിടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ മനോഹരിയായ മൊണാലിസയുടെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയത്. അവളുടെ പൂച്ച കണ്ണുകളും ചിരിയും ആരാധകരെ പെട്ടെന്ന് ആകർഷിച്ചു. ആ ഒരൊറ്റ സംഭവത്തോടെ മൊണാലിസ വൈറൽ താരമായി. നിരവധി സിനിമകളിലേക്ക് അവസരങ്ങൾ തേടിയെത്തി. കഴിഞ്ഞ ദിവസമാണ് മൊണാലിസയും കാമുകനായ മുഹമ്മദ് ഫർമാനും വിവാഹിതരായത്. പ്രണയം വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന് ഇരുവരും തമ്പാനൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് അരുമാനൂർ നൈനാർ ദേവക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്നിവർ ഉൾപ്പെടെ വിവാഹത്തിനെത്തിയിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് മൊണാലിസ. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഫർമാൻ ഖാൻ. രാജ്യത്തെ മറ്റു പലയിടങ്ങളിലും തങ്ങളുടെ ബന്ധത്തിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതിനാലാണ് കേരളം തിരഞ്ഞെടുത്തതെന്ന് ഇരുവരും പറഞ്ഞിരുന്നു. എന്നാൽ മൊണാലിസയുടെ വിവാഹം വൈറലായതോടെ നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇപ്പോഴിതാ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മൊണാലിസയും ഫർമാനും. തങ്ങളുടെ വിവാഹം ലവ് ജിഹാദ് എന്ന് ആരോപിക്കുന്നുണ്ടെന്നും എന്നാൽ അങ്ങനെയല്ല എന്നും മൊണാലിസ പറഞ്ഞു. എല്ലാവരും വന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് തങ്ങളുടെ ആഗ്രഹം സാധിച്ചത്. കുടുംബം മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ വിവാഹം കഴിച്ചത്. അച്ഛൻ കേരളത്തിലുണ്ട്. തിരിച്ചുപോയോ എന്ന് അറിയില്ല. അച്ഛനെ ഇന്നലെ കണ്ടിരുന്നു, എന്നാൽ വിവാഹത്തിന് എത്തിയില്ല എന്നും മൊണാലിസ പറഞ്ഞു. പ്രായത്തെക്കുറിച്ചുള്ള ആരോപണവും ഇരുവരും തള്ളി. മതം മാറിയിട്ടില്ല എന്നും മൊണാലിസയുടെ ആഗ്രഹപ്രകാരമാണ് ഹിന്ദു രീതിയിൽ വിവാഹം കഴിച്ചതെന്നും പങ്കാളി മുഹമ്മദ് ഫർമാനും പ്രതികരിച്ചു. മലയാള സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് മൊണാലിസയെ പരിചയപ്പെട്ടത്. ഹിന്ദി മാധ്യമങ്ങൾ ലവ് ജിഹാദ് ആണെന്നാണ് ആരോപിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഉടൻ തിരിച്ചു പോകുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. കേരളത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. സ്മാർട്ടിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. പൂവാർ പഞ്ചായത്തിലെ വിലാസമാണ് നൽകിയിരിക്കുന്നത്. സ്മാർട്ട് വഴി ഒരു മണിക്കൂറിനുള്ളിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്നും ഫർമാൻ പറഞ്ഞു. MV ഗോവിന്ദനും A റഹീമിനും ഇരുവരും നന്ദിയും അറിയിച്ചു. വിവാഹത്തിന് പിന്നാലെ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നും അതിനാൽ വിവാഹം നിയമപരമല്ല എന്നുമുള്ള പ്രചാരണം ഉണ്ടായത്. സോഷ്യൽ മീഡിയയിലാണ് ഈ വാദമുയർന്നത്. മഹാകുംഭമേളയിൽ മാല വിൽക്കാനായി എത്തിയ മൊണാലിസ പിന്നീട് വൈറലായപ്പോൾ വാർത്തകളിൽ കാണിച്ച പ്രായമാണ് ഇതിന് തെളിവായി സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ ഇരുവരുടെയും വിവാഹത്തെ പിന്തുണച്ചവരിൽ പലരും ആശയക്കുഴപ്പത്തിലായി. എന്നാൽ സോഷ്യൽ മീഡിയ പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്നാണ് രേഖകൾ തെളിയിക്കുന്നത്. പൂവാർ പഞ്ചായത്തിൽ നിന്ന് മൊണാലിസയ്ക്കും മുഹമ്മദ് ഫർമാനും സ്മാർട്ട് വഴി ലഭിച്ച വിവാഹ സർട്ടിഫിക്കറ്റിൽ ഇരുവരുടെയും പ്രായവും ജനന തീയതിയും വ്യക്തമായി കാണാം. ഇതുപ്രകാരം 2008 ജനുവരി 1 മൊണാലിസ ജനിച്ചത്. അതായത് ഇപ്പോൾ മൊണാലിസയുടെ പ്രായം 18 വയസ്സും 2 മാസവും. ഇന്ത്യൻ നിയമപ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സാണെന്നതിനാൽ മൊണാലിസയുടെയും ഫർമാന്റെയും വിവാഹം പൂർണ്ണമായും നിയമപരമാണ്. അതേസമയം ഒരു ബോളിവുഡ് നടിയെ അനുസ്മരിപ്പിക്കുന്ന സൗന്ദര്യമുള്ള മൊണാലിസ ഭോസ്ലെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായത് വളരെ പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ഉദ്ഘാടന ചടങ്ങിനായി കേരളത്തിലെത്തി വലിയ തരംഗം സൃഷ്ടിച്ചു. അന്ന് സിനിമയിലും മോഡലിംഗിലും ഉൾപ്പെടെ മൊണാലിസയ്ക്ക് വലിയ ഭാവിയുണ്ടെന്ന് പലരും പ്രവചിക്കുകയും ചെയ്തു. നാഗം എന്ന മലയാള സിനിമയുടെ ചിത്രീകരണത്തിനായി കേരളത്തിലെത്തിയ മൊണാലിസ തന്റെ വിവാഹം നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ട തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. മകളുടെ പ്രണയബന്ധത്തെ ശക്തമായി എതിർത്ത പിതാവ് ജയ്സിംഗ് ഭോസ്ലെ മൊണാലിസയെ ബലം പ്രയോഗിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ പോലീസ് ഇടപെട്ടു. താൻ പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും ഫർമാനെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്നും മൊണാലിസ ഉറപ്പിച്ചു പറഞ്ഞതോടെ പോലീസ് അവർക്ക് സംരക്ഷണം ഉറപ്പാക്കി. മകളുടെ തീരുമാനത്തിന് മുന്നിൽ പിതാവിനൊടുവിൽ പിൻവാങ്ങേണ്ടി വന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസ കേരളത്തിന് മുഴുവൻ പരിചിതമാണെങ്കിലും വരനായ ഫർമാൻ ഖാൻ ആരാണെന്ന ഇന്റർനെറ്റിൽ പലരും തിരഞ്ഞു. ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിൽ നിന്നുള്ള ഫർമാൻ മലയാളം, ഹിന്ദി, തമിഴ് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നടനും മോഡലുമാണ്. വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മൊണാലിസ തങ്ങൾ 6 മാസമായി ഡേറ്റിംഗിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തി. ആദ്യം സോഷ്യൽ മീഡിയ വഴിയാണ് ബന്ധപ്പെട്ടത്. P ബിനു വർഗീസ് സംവിധാനം ചെയ്ത നാഗമ എന്ന മലയാള സിനിമയുടെ പൂജാ ചടങ്ങിനിടെയാണ് ഇവർ കണ്ടുമുട്ടിയത്. ചിത്രത്തിൽ ഫർമാൻ ഖാനാണ് വില്ലൻ വേഷം ചെയ്യുന്നത്. മൊണാലിസ ഭോസ്ലെയാണ് നായിക. ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി കേരളത്തിലെത്തിയപ്പോഴാണ് ജീവിതത്തിലും ഒന്നിക്കാൻ തീരുമാനിച്ചത്.
അഭിനയം, മോഡലിംഗ്, സോഷ്യൽ മീഡിയ പ്രൊമോഷനുകൾ എന്നിവയിലൂടെയാണ് ഫർമാൻ ഖാൻ വരുമാനം കണ്ടെത്തുന്നത്. ഇൻസ്റ്റഗ്രാം കൊളാബറേഷനുകളിലൂടെ മാത്രം പ്രതിമാസം 2300 മുതൽ $3200 വരെ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ടാകാം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഏകദേശം 1.9 ലക്ഷം മുതൽ 2.6 ലക്ഷം രൂപ വരെ വരും. ഇതനുസരിച്ച് വർഷത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം ഏകദേശം 23 ലക്ഷം മുതൽ 32 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. മൊണാലിസയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ 93.9 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. നാഗമ്മ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പമാണ് മൊണാലിസയും ഫർമാനും പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. മതത്തിന് തങ്ങളുടെ ബന്ധത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് വിവാഹശേഷം മൊണാലിസ മാധ്യമങ്ങളോട് പറഞ്ഞു. ലവ് ജിഹാദ് ആരോപണങ്ങളെ ഇരുവരും തള്ളിക്കളഞ്ഞു. കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷവും ജനങ്ങളുടെ സ്നേഹവുമാണ് വിവാഹവേദിയായി ഈ നാടിനെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും നവദമ്പതികൾ വ്യക്തമാക്കി. മലയാള സിനിമയെ കൂടുതൽ സജീവമാകാനാണ് മൊണാലിസ ആഗ്രഹിക്കുന്നത്. മൊണാലിസയുടെ വിവാഹത്തെക്കുറിച്ച് ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. മൊണാലിസയുടെ കല്യാണം എന്തുകൊണ്ട് ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നു? മൊണാലിസ കേവലം ഒരു സാധാരണ പെൺകുട്ടി അല്ല. മൊണാലിസ എന്ന പെൺകുട്ടി കുംഭമേളയിൽ മാലവിറ്റാണ് ശ്രദ്ധ നേടിയത്. കുംഭമേള എന്നത് സംഘികളുടെ ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. മൊണാലിസയുടെ കാര്യത്തിൽ ആരോ ഒരാൾ അവരുടെ ഫോട്ടോ പകർത്തുന്നു, പിന്നെ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറിമറിഞ്ഞതുപോലെയായി. വിദ്യാഭ്യാസം ലഭിക്കാത്ത, ഫാമിലി ബാക്കപ്പ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സെലിബ്രിറ്റിയായി മാറുന്നു. നോർത്ത് ഇന്ത്യൻ മണ്ടന്മാർ പലരും കരുതിയിരുന്നത് ഇത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ്. ഭഗവാന്റെ ആശീർവാദം കിട്ടിയ പെൺകുട്ടിയായിട്ടാണ് അവർ മൊണാലിസയെ പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം യുവാവിനെ പ്രണയിക്കാൻ തീരുമാനിച്ച മൊണാലിസയ്ക്ക് നിലവിലെ ഇന്ത്യയിൽ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കും. അന്യമതസ്ഥരുമായുള്ള പ്രേമത്തെ ലവ് ജിഹാദാക്കി മാറ്റി അതിനെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന നോർത്ത് ഇന്ത്യൻ സംസ്കാരത്തിൽ അവളെയും അവനെയും തല്ലിക്കൊല്ലാൻ വരെ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്രിട്ടിക്കലായ അവസ്ഥയിലാണ് അവർ കേരളത്തിൽ അഭയം പ്രാപിക്കുന്നത്. ഇവിടത്തെ സർക്കാരിന്റെ പ്രതിനിധികളൊക്കെ പോയി കല്യാണം നടത്തിക്കൊടുക്കുന്നത് അത്ര വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനിടയിൽ ജനം TV പുതിയ കണ്ടെത്തലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ശിവൻകുട്ടി മിനിസ്റ്റർ ചെരുപ്പൂരി വെക്കാതെ അമ്പലത്തിൽ കയറിയെന്ന്. ഇവിടെ ഇരുന്ന് ലവ് ജിഹാദ് എന്ന് ന്യൂസ് കൊടുത്താൽ കേരളത്തിലെ ജനങ്ങൾ മൈൻഡ് ചെയ്യില്ല എന്ന് അറിയാം. അതിനാണ് പുതിയ കുത്തിത്തിരിപ്പ് കൊണ്ട് ജനം TV ഇറങ്ങിയത്. പിന്നെ മൊണാലിസ എന്ന പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടുള്ളൂ, കല്യാണം കഴിക്കാറായില്ല എന്ന് പറയുന്നവരോട് നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ 18 വയസ്സ് കല്യാണപ്രായം തന്നെയാണ്. അവിടെ തന്നെ നിന്നാൽ ആ പെൺകുട്ടിയെ വീട്ടുകാർ ഏതെങ്കിലും ആൾക്കാർക്ക് കെട്ടിച്ചു കൊടുക്കും. 18 വയസ്സിൽ തന്റെ പ്രണയത്തിന് വേണ്ടി ഇത്ര റിസ്ക് എടുക്കുന്ന വീട് വിട്ട് കേരളത്തിൽ അഭയം തേടിയ ഒരു സെലിബ്രിറ്റി, അതിനെ ഞാൻ മാനിക്കുന്നു. പിന്നെ വിവാഹം എപ്പോൾ വേണമെങ്കിലും മുറിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, അതൊരു തെറ്റുമല്ല എന്ന് ഇവിടത്തെ കേരളത്തിൽ ഉള്ളവർക്ക് ഇന്ന് ബോധമുണ്ട്. അതുകൊണ്ട് അവർ ലവ് ജിഹാദിനെ അതിജീവിച്ച് കല്യാണം കഴിച്ചതാണ് ഇന്നത്തെ പ്രധാന കാര്യം. ഇനി ഭാവി ജീവിതം അത് അവർ ചേർന്ന് തീരുമാനിക്കട്ടെ എന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.